പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നാരായണീയത്തിലെ 14-ാം ദശകം ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ശ്ലോകം. സമനുസ്മൃതതാവകാംഗ്രി യുഗ്മ സമനു പങ്കജ സംഭവാംഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം വിനായ. പങ്കജ സംഭവാംഗ ജന്മാ സമനുഹു. പങ്കജ സംഭവൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്നും ജനിച്ചവനായ ആ മനു, സ്വയംഭുവ മനു. സമനുസ്മൃത താവകാംഗ്രിയുഗ്മ. സമനുസ്മൃത നല്ലവണ്ണം അനുസ്മരിക്കപ്പെട്ട, താവകാംഗ്രിയുഗ്മ നിന്തിരുവടിയുടെ പാദയുഗ്മങ്ങളോട് കൂടിയവനായി. തേ ചരിതം നിന്തിരുവടിയുടെ ചരിതത്തെ കീർത്തനം ചെയ്യുന്നവനായി. നിജം അന്തരം തൻ്റെ കാലത്തെ, മന്വന്തരത്തെ, അന്തരായ ഹീനം വിഘ്നങ്ങളില്ലാതെ, സുഖം വിനായ സുഖമായി നയിച്ചു. കഴിഞ്ഞ ദശകത്തിൽ ഭഗവാൻ വരാഹരൂപിയായി വന്ന് ഭൂമിയെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച ശേഷം മനു വീണ്ടും സൃഷ്ടികർമ്മം തുടർന്നു. 71 ചതുർയുഗം നീണ്ട തൻ്റെ കാലം അദ്ദേഹം ഭഗവാന്റെ പാദങ്ങളെ നിരന്തരമായി ധ്യാനിച്ചുകൊണ്ടും അവിടുത്തെ ചരിതങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടും ഒരു തടസ്സവും കൂടാതെ സുഖമായി കഴിഞ്ഞു. സമനുസ്മൃത താവകാംഗ്രിയുഗ്മ സമനു പങ്കജ സംഭവാംഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. പതിനാലാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവംസ്ത്വാമയുതം സമാസിഷേവേ. ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, തത്ര സമയേ ഖലു ആ സമയത്താകട്ടെ, ദ്രുഹിണച്ഛായ ഭവ ദ്രുഹിണന്റെ അതായത് ബ്രഹ്മാവിൻ്റെ, ഛായ ഭവ നിഴലിൽ നിന്നുണ്ടായ, ഛായ എന്ന് വെച്ചാൽ നിഴൽ, കർദമാഖ്യ കർദമൻ എന്നു പേരായ ഒരു പ്രജാപതി തദീയ വാച ബ്രഹ്മാവിൻ്റെ വാക്കനുസരിച്ച് ധൃത സർഗരസ സൃഷ്ടിക്കാനുള്ള താല്പര്യമുള്ളവനായി, നിസർഗരമ്യം ത്വാം സ്വാഭാവികമായ രാമണീയകത ഉള്ളവനായ നിന്തിരുവടിയെ അയുതം സമാഹ 10,000 സംവത്സരക്കാലം നിഷേവേ സേവിച്ചു. അതായത് മനുവിന് ശേഷം ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്ന് ജനിച്ച ആളാണ് കർദമ പ്രജാപതി. സ്വയംഭുവ മനുവിനെ പോലെ തന്നെ ശ്രേഷ്ഠനായ കർദമനും ബ്രഹ്മാവിനാൽ സൃഷ്ടികർമ്മത്തിന് പ്രേരിപ്പിക്കപ്പെട്ടു. അതനുസരിച്ച് കർദമൻ തൻ്റെ സൃഷ്ടികൾ ശ്രേഷ്ഠമായി തീരണം എന്നാഗ്രഹിച്ച്
സ്വാഭാവികമായ സൗന്ദര്യമുള്ള ഭഗവാനെ 10,000 വർഷം തപസ് ചെയ്തു. അതിനാൽ സുന്ദര സൃഷ്ടികൾ നടത്താൻ കർദമന് കഴിവുണ്ടായി. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായഭവത്സ്തദീയ വാചാ ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവൻ സ്വാമയുധം സമാനിഷേവേ. 14-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം. ഭഗവാൻ കർദമന് മുമ്പിൽ പ്രത്യക്ഷനാവുകയാണ്. ഗരുഡോപരി കാളമേഘക്രമം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. വിഭോ ത്വം കർദമായ, അവിടുന്ന് കർദമന് ഗരുഡോപരി കാളമേഘക്രമം, ഗരുഡന്റെ പുറത്ത് കാളമേഘം പോലെ മനോഹരമായതും വിലസത് പാണി സരോജ പാണി പത്മം, ശോഭിക്കുന്നതും താമരപ്പൂ പോലെ മനോഹരവുമായ കയ്യിൽ ഒരു ലീലാസരോജം ധരിച്ചതും ഹസിതോല്ലസിതാനനം, പുഞ്ചിരി കൊണ്ട് ശോഭിക്കുന്ന മുഖത്തോടു കൂടിയതുമായ വപുഹു ശരീരം ആവിഷ്കുരുഷേ സ്മ കാണിച്ചു കൊടുത്തു. കർദമൻ 10,000 വർഷം തപസ് ചെയ്ത് ഭഗവാനെ സേവിച്ചു. അങ്ങനെയുള്ള കർദമന് ഭഗവാൻ കർദമൻ്റെ മുമ്പിൽ പ്രത്യക്ഷനാവുന്നു. എങ്ങനെയുള്ള രൂപമാണ് നമുക്ക് സങ്കല്പിക്കാം. ഗരുഡൻ്റെ പുറത്താണ് വരുന്നത്. കാളമേഘം പോലെ മനോഹരമായ രൂപം. അദ്ദേഹത്തിൻ്റെ മനോഹരമായ കയ്യിൽ ഒരു താമരപ്പൂ അല്ലേ, പത്മം ധരിച്ചിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ ലക്ഷ്മി ദേവിയോട് കൂടിയ എന്നും പറയാവുന്നതാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയ തൻ്റെ ആ ശരീരം കർദമന് കാണിച്ചു കൊടുത്തു. ഗരുഡോപരി കാളമേഘക്രമം വിലസത്കേളി സരോജ പാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം ബഹുരാവിഷ്കുരുഷേ സ്മ കർദമായ. പതിനാലാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകമാണ്. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീഃ കപിലം ച സുതം സ്വമേവ പശ്ചാത് സുഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂഃ. 10,000 വർഷം തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷനാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ കർദമന് അനുഗ്രഹം നൽകണമല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാനെ കണ്ടപ്പോഴ് പുളകാവൃതായ സ്തുവതേ തസ്മൈ, കർദമൻ വളരെ പുളകം കൊണ്ടു അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി. പുളകാവൃതായ സ്തുവതേ തസ്മൈ, പുളകാവൃതനായി സ്തുതിക്കുന്ന കർദമന് എന്തൊക്കെ വരമാണ് നൽകിയത്? ദയിതാം മനുപുത്രിയും, ഭാര്യയായി സ്വയംഭുവ മനു
അദ്ദേഹത്തിൻ്റെ പുത്രിയെ, സ്വയംഭൂ മനുവിൻ്റെ പുത്രി ഭാര്യയായി ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. കൂടാതെ നവപുത്രീഹി അഭി, അവരിൽ 9 പുത്രിമാരെയും അതുപോലെ തന്നെ സ്വം ഏവ കപിലം സുതം, താൻ തന്നെ കപിലൻ എന്ന പുത്രനായും കർദമന് ഉണ്ടാവുമെന്ന് അനുഗ്രഹിച്ചു. അവസാനമായി ഒടുവിൽ സുഗതിം, തന്നോടുള്ള സായുജ്യം, ഇതെല്ലാം കഴിഞ്ഞ് തന്നോട് തന്നെ ചേരാം എന്നും അനുഗ്രഹിച്ചുകൊണ്ട് നിർഗത അപൂഹു, അപ്രത്യക്ഷനായി. കർദമൻ നല്ല സൃഷ്ടികൾ എനിക്ക് ഉണ്ടാക്കാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് തപസ് ചെയ്തത്. എന്നാൽ അതുപോലെ സർവരമണീയ രൂപമാണ് അദ്ദേഹം ധ്യാനിച്ചത്. നല്ല ഭംഗിയുള്ള ഭഗവാന്റെ രൂപമാണ് കർദമൻ ധ്യാനിച്ചത്. ആ രൂപത്തിൽ തന്നെ ഭഗവാൻ കർദമന് ദർശനം നൽകി. അങ്ങനെ നല്ല രൂപത്തിൽ തന്നെ ഭഗവാൻ കർദമന് ദർശനം നൽകി. കൂടാതെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് നൽകി. മനുപുത്രിയായ ദേവഹൂതിയെ ഭാര്യയായി ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. അവരിൽ സന്താനലാഭവും നൽകി അനുഗ്രഹിച്ചു. 9 പുത്രിമാരും 10ാമത് ഒരു പുത്രനും. പുത്രൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സൽപുത്രൻ, തൻ്റെ തന്നെ അവതാരമായിട്ടുള്ള കപിലൻ എന്നു പേരുള്ള ഒരു പുത്രനും ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുകയും അവസാനം തന്നിൽ തന്നെ വന്നു ചേരാൻ, അതായത് മോക്ഷം കിട്ടാനായിട്ടുള്ള അനുഗ്രഹവും കൊടുത്ത് ഭഗവാൻ തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് മടങ്ങി. അല്ലേ? ഭക്തന്മാർക്ക് ചോദിച്ചതിലധികം വരം നൽകുന്ന ഭഗവാനാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ചോദിച്ചതിലധികം വരം നൽകും. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാഭിപുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂഃ. പതിനാലാം ദശകത്തിലെ 5ാമത്തെ ശ്ലോകം. സമനു ശതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ട സമഗാത് കർദമമാഗതി പ്രതീക്ഷം. ഭവതീരിത നാരദോപദിഷ്ട, മുന്തിരുവടിയാൽ പ്രേരിതനായ നാരദനാൽ ഉപദേശിക്കപ്പെട്ടവനായ സമനു. ആ മനു ശതരൂപയാ മഹിഷ്യ, ശതരൂപ എന്ന തൻ്റെ ഭാര്യയോടും ദേവഹൂത്യ സുതയാച്ച, ദേവഹൂതി എന്ന തൻ്റെ മകളോടും കൂടി ആഗതി പ്രതീക്ഷം, തങ്ങളുടെ ആഗമനം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന കർദമം സമഗാത്, കർദമന്റെ അടുക്കലെത്തി. ഭഗവാൻ തൻ്റെ അനുഗ്രഹം പ്രാവർത്തികമാക്കണ്ടേ? അതിനുവേണ്ടി നമ്മുടെ നാരദനെ കൂട്ടുപിടിച്ചു. നാരദൻ സർവവ്യാപിയാണല്ലോ. നാരദൻ മനുവിനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു. അങ്ങനെ സ്വയംഭുവ മനു ഭാര്യയോടും മകൾ ദേവകൂതിയോടും കൂടി കർദമൻ്റെ അടുത്തെത്തി. കർദമനാണെങ്കിൽ ഇവരുടെ വരവ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം,
തൻ്റെ മകൾക്ക് അനുരൂപനായ ഒരു ഭർത്താവ് ഇന്ന ആളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മകളുടെ അച്ഛൻ ആ ആളുടെ അടുത്തേക്ക് ചെന്ന് തൻ്റെ മകളെ കൊടുക്കുകയാണ്. അന്നത്തെ ഒരു കാലം, സ്വയംഭുവ മനുവിൻ്റെ കാലം വളരെ വിചിത്രമായിരിക്കുന്നു അല്ലേ? ഇപ്പോഴത്തെ കാലവും അന്നത്തെ കാലവും തമ്മിൽ നോക്കിയാൽ എന്തൊരന്തരമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സമനു ശതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവദീരിത നാരദോപദിഷ്ട സമഗാത് കർദമമാഗതി പ്രതീക്ഷം. പതിനാലാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം. മനുനോപകൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസോ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. അസോ കർദമഃ, ആ കർദമൻ മനുനാ ഉപഹൃതാം, മനുവിനാൽ സമ്മാനിക്കപ്പെട്ട ദേവഹൂതിം തരുണീരത്നം, ദേവഹൂതി എന്ന തരുണീരത്നത്തെ, സ്ത്രീരത്നത്തെ അവാപ്യ പ്രാപിച്ചിട്ട് ഭവദർച്ചന നിർവൃത അഭി, ഇന്ദ്രിവടിയെ പൂജിക്കുന്നതിൽ നിർവൃതി അനുഭവിക്കുന്നവനാണെങ്കിലും ദൃഢ ശുശ്രൂഷണയാ, ദൃഢമായ ശുശ്രൂഷണം കൊണ്ട് തസ്യാം പ്രസാദം ദതോ, അവളിൽ അതായത് ദേവഹൂതിയിൽ പ്രസന്നനായി തീർന്നു. ഭഗവാന്റെ പ്രേരണയാൽ നാരദന്റെ ഉപദേശമനുസരിച്ച് ബഹുമാന ആദരങ്ങളോടെയാണ് മനു തൻ്റെ മകളായ ദേവഹൂതിയെ കർദമന്റെ അടുത്ത് ചെന്ന് നൽകിയത്. കർദമന് ഭഗവാനെ പൂജിക്കുന്നതിലൊക്കെയാണ് താല്പര്യം. എന്നാൽ തരുണീരത്നമായ ദേവഹൂതിയുടെ ദൃഢമായ ശുശ്രൂഷ കൊണ്ട് അദ്ദേഹം ദേവഹൂതിയിൽ പ്രസന്നനായി. അല്ല, എനിക്കിപ്പോൾ തോന്നുന്നത് ആ കാലത്തുള്ള വിവാഹം എത്ര സിമ്പിളാണ്. നോക്കൂ, ഈ കാലത്താണെങ്കിൽ ഇത്രയും ആർഭാടത്തോടുകൂടി പണച്ചെലവോടുകൂടി ആളുകൾ വിവാഹം നടത്തുന്നു. ഇവിടെ മകളുടെ അച്ഛൻ തൻ്റെ മകൾക്ക് അനുരൂപനായ വരനെ കണ്ട് അവിടെ കൊണ്ടുകൊടുത്തു, കഴിഞ്ഞു വിവാഹം. അല്ലേ, എന്തൊരു അത്ഭുതമാണ് അന്നും ഇന്നും തമ്മിലുള്ള ആ ഒരു വിവാഹത്തിൻ്റെ ഒരു ആഘോഷങ്ങളുടെയും ഒക്കെ വ്യത്യാസം എന്ന് ആലോചിച്ചു പോവുകയാണ്. എന്തായാലും നല്ല കാര്യങ്ങളാണ് അന്നൊക്കെ നടന്നത്. മനുനോപകൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസോ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. പതിനാലാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം. സ പുനസ്തുദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാ കുലസങ്കുലേന വാത്മാ വ്യഹരത് ദേവപഥേഷു ദേവഹൂത്യാ. സ പുനഃ, ആ കർദമൻ പിന്നീട് ദയിതാ കാമകൃതേ, ഭാര്യയുടെ ആഗ്രഹപൂർത്തിക്കായി ത്വദുപാസന പ്രഭാവാത്, ഭഗവാന്റെ ഉപാസന കൊണ്ടുണ്ടായ
പ്രഭാവത്താൽ കൃതേ നിർമ്മിതമായ വനിതാകുലസങ്കുലേ വിമാനെ, വനിതാ സമൂഹത്താൽ നിറഞ്ഞ വിമാനത്തിൽ ദേവഹൂതിയോടുകൂടി പുതിയ യൗവനയുക്തമായ ശരീരം സ്വീകരിച്ച് ദേവപഥേഷു ദേവമാർഗങ്ങളിൽ വ്യഹരത്ത് വിഹരിച്ചു. ദേവഹൂതി എന്ന കർദമന്റെ ഭാര്യ വളരെ ദൃഢമായി അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ഭാര്യയുടെ ശുശ്രൂഷയിൽ പ്രസന്നനായ കർദമൻ ഭാര്യയുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി എന്താ ചെയ്തത്? അദ്ദേഹത്തിനാണെങ്കിൽ ഭഗവാനെ സേവിക്കുന്നതിലാണ് താല്പര്യം. ഈ മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ കുറവാണെങ്കിലും ഭാര്യയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ചെയ്ത കാര്യം ഭഗവാന്റെ ഒരു പ്രസാദം കൊണ്ട് ഇദ്ദേഹത്തിന് വളരെയധികം ശക്തികളുണ്ട്. അപ്പോൾ ഒരു സങ്കല്പിച്ചാൽ മാത്രം മതി, അത് തനിക്ക് സ്വായത്തമാകും. അങ്ങനെ ഒരു സങ്കല്പമാത്രയിൽ തന്നെ ഒരു വിമാനം ഉണ്ടാക്കി എന്ന് പറയുന്നു. അതിൽ സുന്ദരികളായ അനേകം പരിചാരികമാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിമാനത്തിൽ കയറി. അപ്പോൾ കർദമൻ എങ്ങനെ ഇരിക്കണം? ഒരു സന്യാസിയെ പോലെയൊന്നും ആവരുതല്ലോ. അദ്ദേഹവും യൗവനയുക്തനായി തീർന്നു. അങ്ങനെയുള്ള കർദമൻ താഴെ ഭൂമിയിലൊന്നും അല്ല അവരുടെ ഹണിമൂൺ, പിന്നെ ഇവിടെ സ്വർഗത്തിലുള്ള ഉദ്യാനങ്ങളിലും മറ്റും വിഹരിച്ചു. അപ്പോൾ എന്ത് വേണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കർദമന് സാധിക്കും. അപ്പോൾ ഭാര്യയെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് അദ്ദേഹം ഇങ്ങനെയാണ് നിശ്ചയിച്ചത്. സ്വന്തമായിട്ട് ഒരു വിമാനം തന്നെ നിർമ്മിക്കുകയും അതിലൊരുപാട് വേലക്കാരെ പരിചാരികമാരെയൊക്കെ വെച്ചുകൊണ്ട് രണ്ട് സുന്ദരനും സുന്ദരിയുമായിട്ടുള്ള കർദമനും ദേവഹൂതിയും കൂടി ആകാശമാർഗത്തിൽ അവിടെയുള്ള ഉദ്യാനങ്ങളിലും സ്വർഗത്തിലുള്ള മറ്റ് സ്ഥലങ്ങളൊക്കെയും കണ്ട് അങ്ങനെ സഞ്ചരിച്ച് ഭാര്യയെ സന്തോഷിപ്പിച്ചു. സ പുനസ്തു സുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുല സങ്കുലേ നവാത്മാ വ്യഹരത് ദേവപഥേഷു ദേവഹൂത്യാ. 14-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകമാണ് ഇന്ന്. ശതവർഷമഥ വ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യ രൂപാഃ വനയാന സമുദ്യതോപി കാന്താഹിതകൃത് ത്വജ്ജനനോത്സുകോ നിവാസീത്. അഥ സ അയം ശതവർഷം വ്യതീത്യ. പിന്നീട് ആ കർദമൻ 100 വർഷം ഇങ്ങനെ കഴിഞ്ഞു. അതിനിടയിൽ ധന്യരൂപകളായ നവകന്യാഹ സമവാപ്യ 9 കന്യകകളെയും ലഭിച്ചു മക്കളായിട്ട്. 9 കന്യകൾ ജനിച്ചപ്പോൾ വനയാന സമുദ്യത, വനത്തിലേക്ക് ഗാർഹസ്ഥ്യമൊക്കെ അവസാനിച്ച് വാനപ്രസ്ഥം സ്വീകരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ കാന്താഹിതകൃത്, ഭാര്യയുടെ ഹിതത്തെ ചെയ്യുന്നവനായി, ത്വജ്ജനനോത്സുക നിവാസീത്. 9 പെൺകുട്ടികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭാര്യയ്ക്ക് ഒരാഗ്രഹം കാണും, ഒരു ആൺകുട്ടി ഉണ്ടാവട്ടെ എന്ന്, അല്ലേ? അപ്പോൾ അതും കർദമന് മനസ്സിലായി. മാത്രമല്ല ഭഗവാൻ ഒരു അനുഗ്രഹം കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. എന്താണത്?
കപിലൻ എന്ന ഒരു ആൺകുട്ടി തൻ്റെ തന്നെ ജന്മമായിട്ട് ഉണ്ടാകും എന്ന്. അപ്പം അതുകൊണ്ട് ഭാര്യയുടെ ആഗ്രഹവും ആ വരം ശരിയാവുകയും വേണമല്ലോ. അതുകൊണ്ട് വീണ്ടും കുറച്ചു കാലം കൂടി ഗൃഹസ്ഥാശ്രമിയായിട്ട് കർദമൻ ജീവിച്ചു. ശതവർഷമതവ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപാഃ വനയാന സമുദ്യതോപി കാന്താഹിതകൃത് ത്വജ്ജനനോത്സുകോ ന്യവാത്സീത്. ഇന്ന് 9ാമത്തെ ശ്ലോകമാണ്. അവിടുത്തെ അവതാരമായ കപിലന്റെ ജനനമാണ് ഇതിൽ പറയുന്നത്. നിജ ഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായ അഥ ദേവഭൂത്യം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വ വിദ്യം. അല്ലയോ ദേവ, നിജ ഭർതൃഗിര, തൻ്റെ ഭർത്താവിൻ്റെ വാക്കനുസരിച്ച് ഭവന്നിഷേവാ നിരതായാം, നിന്തിരുവടിയുടെ സേവയിൽ നിരതയായ ദേവകൂട്യാം, ദേവകൂതിയിൽ ത്വം നിന്തിരുവടി ജനാനാം പരമാത്മതത്വവിദ്യാം പ്രദേശിൻ, ജനങ്ങൾക്ക് പരമാത്മതത്വവിദ്യ പ്രകാശിപ്പിക്കുന്നവനായി കപിലഃ അജായതഃ, കപിലൻ എന്ന പേരിൽ അവതരിച്ചു. ഭഗവാൻ തങ്ങളുടെ പുത്രനായി ജനിക്കുമെന്ന് കർദമന് വരം കൊടുത്തിട്ടുള്ള കാര്യം ദേവകൂതിക്ക് അറിയാം. അതിനാൽ അവൾ സദാ ഭഗവാനെ തന്നെ സേവിച്ചു കൊണ്ടിരുന്നു. തദ്ഫലമായി അവിടുത്തെ അവതാരം എന്ന് തന്നെ പറയാം, കപിലൻ ജനിച്ചു. കപിലൻ്റെ ജന്മോദ്ദേശം എന്താണ്? ജനങ്ങൾക്ക്, ലോകർക്ക് പരമാത്മതത്വം ഉപദേശിക്കുക എന്നാണ്. അതിനായിട്ടാണ് കപിലൻ ജനിക്കുന്നത്. നിജ ഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായ അഥ ദേവദേവഭൂത്യം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മ തത്വവിദ്യാം. 14ാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകം, 8ാമത്തെ ശ്ലോകം. വനമേയുഷി കർദമേ പ്രസന്നേ മദസർവസ്വമുപാദിശഞ്ജനന്യൈ കപിലാത്മഗവായുമന്ദിരേ ച ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. കപിലാത്മക ഹേ വായുമന്ദിരേശ, കപിലരൂപിയായ അല്ലയോ ഗുരുവായൂരപ്പ, പ്രസന്നേ കർദമേ വനം ഏഷി, കർദമൻ മകനുണ്ടായപ്പോൾ വളരെയധികം സന്തോഷവാനായി പ്രസന്നനായി, ഇനി എന്തായാലും എനിക്ക് വനത്തിലേക്ക് പോകാം എന്ന് കരുതി അദ്ദേഹം സന്യാസത്തിനായിട്ട് വനത്തിലേക്ക് പോയി. അപ്പോൾ അമ്മയ്ക്ക് മതസർവസ്വം ഉപാദിശന്, മതസർവസ്വം ഉപദേശിച്ചുകൊണ്ട് അങ്ങനെയുള്ള കപിലരൂപിയായ ഭഗവാനെ, അവിടുന്ന് എൻ്റെ രോഗങ്ങളെ അതിവേഗം ഇല്ലാതാക്കണമേ. എല്ലാ മതങ്ങളുടെയും സർവസ്വമായ സാഖ്യം എന്ന മതമാണ്
കപിലൻ അമ്മയ്ക്ക് ഉപദേശിക്കുന്നത്. അമ്മയ്ക്കാണ് ഉപദേശിച്ചതെങ്കിലും അത് മനുഷ്യരാശിയെ മുഴുവനും ഉദ്ദേശിച്ചാണ് ചെയ്തത്. അതിനു വേണ്ടിയാണ് ഈ ഒരു അവതാരം, കപിലൻ എന്ന ഭഗവാന്റെ അവതാരം. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ. ഭട്ടതിരിയോടൊപ്പം തന്നെ നമ്മളും പ്രാർത്ഥിക്കുകയാണ്, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഗുരുവായൂരപ്പ കൃഷ്ണ. വനമേയുഷി കർത്തമേ പ്രസന്നേ മദസർവസ്വമുപാദിശഞ്ജനന്യേ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘ.